ചില കുടുംബങ്ങളുണ്ടല്ലോ, ഭാര്യ ഭർത്താവിനെ വിളിക്കും കാലൻ കാലൻ, ഭർത്താവ് ഭാര്യയെ വിളിക്കും പിശാച് പിശാച്, മക്കളെ വിളിക്കും ശവങ്ങൾ. അയൽവക്കത്തെ വീട്ടിൽ മിടുക്കര് കുട്ടികൾ, ഈ വീട്ടിൽ 3 ശവങ്ങൾ. മൂത്ത ശവം 5ാം ക്ലാസ്സിൽ, രണ്ടാമത്തെ ശവം 3ാം ക്ലാസ്സിൽ, മൂന്നാമത്തെ ശവം 1ാം ക്ലാസ്സിൽ. അപ്പം പിശാചെന്ന് വിളിക്കുമ്പം മക്കൾ അമ്മയെ നോക്കും. അപ്പോൾ ഇങ്ങനെ വിളിച്ചു പഠിച്ച വീട്ടിലെ കുട്ടികളോട് ഒരു ടീച്ചർ ചോദിച്ചു, മോനെ നീ കാലനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എന്തിയെ? ചായ കുടിക്കാൻ പോയിരിക്കുന്നു, ഇപ്പം ഇങ്ങോട്ട് വരും. പിശാചോ കറി വരത്തുന്നു, ചോറ് വാർക്കുന്നു, തുണി പിഴിയുന്നു. ഒരു ഭർത്താവ് ഭാര്യയെ 25 വർഷം പിശാചെ പിശാചെ എന്ന് വിളിച്ചു. 25ാം വർഷത്തിൽ അയൽവകത്തെ കുഞ്ഞിനെ മാമോദീസയ്ക്ക് തലതൊടുന്ന അപ്പനും അമ്മയുമായിട്ട് ഇവരെ വിളിച്ചു. പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞ് പ്രായമുള്ള അച്ഛൻ ചോദിച്ചു, പിശാചിനെ അതിൻ്റെ എല്ലാ പ്രവൃത്തിയോടും ഉപേക്ഷിക്കാൻ മനസ്സാണോ? ഇയാളൊന്നും മിണ്ടിയില്ല, സർവേക്കല്ല് പോലെ ഉറച്ചു നിന്നു. അച്ഛൻ വെച്ച് ചെവി കേൾക്കിയല്ലേ, പിശാചിനെ അതിൻ്റെ എല്ലാ പ്രവൃത്തിയോടും ഉപേക്ഷിക്കാൻ മനസ്സാണോ? ഇയാളൊന്നും മിണ്ടിയില്ല. അച്ഛൻ പറഞ്ഞു, ഇതുങ്ങളെ മാറ്റിയിട്ട് ചെവി കേൾക്കുന്ന വല്ലവരെയും കൊണ്ടുപോവാ. അവസാനമായി ചോദിക്കുന്നു, പിശാചിനെ അതിൻ്റെ എല്ലാ പ്രവൃത്തിയോടും ഉപേക്ഷിക്കാൻ മനസ്സാണോ? അപ്പം കെട്ടിയവൻ പറഞ്ഞു, എൻ്റെ അച്ഛ 25 വർഷമായില്ലേ, എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ? വിളിച്ച് പഠിച്ചു പോയ പല പ്രയോഗങ്ങൾ.